നമസ്കാരം. കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ഇറാന് തിരിച്ചടിയെന്ന് നൽകിയത് ഒരു ഈച്ച പോലും അറിയാതെയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായി കബളിപ്പിച്ചാണ് ഇസ്രയേൽ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ലാക്കാക്കി തൊടുത്തുവിട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രവും മിസൈൽ വേദ സംവിധാനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്ഫഹാൻ. ആക്രമണം നടത്തിയതായി ഇസ്രയേലോ ആക്രമണം നടന്നതായി ഇറാനോ ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇസ്രയേൽ വ്യോമസേന യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ ആക്രമിച്ച പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ BBC-യും ദി ന്യൂയോർക്ക് ടൈംസും വിശകലനം ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ഫഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്ക് കിഴക്കായി റഷ്യൻ നിർമ്മിത S-300 ഭൂതല വ്യോമ ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനം ഏപ്രിൽ 15-ലെ ഉപഗ്രഹ ചിത്രത്തിൽ കാണാം. എന്നാൽ ഏപ്രിൽ 19-ലെ ഗൂഗിൾ എർത്ത് ചിത്രത്തിൽ സ്ഥലം ശൂന്യമാണ്. S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ആക്രമണം നടന്ന സ്ഥലത്തിന്റെ വടക്ക് ഭാഗത്തായാണ് നതാൻസിലെ ആണവ കേന്ദ്രം. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം, റഡാറുകൾ, മിസൈൽ വിക്ഷേപണികൾ എന്നിവയടക്കം നിരവധി ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് BBC വിശകലനത്തിൽ പറയുന്നു. ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായി കബളിപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ വ്യോമ മേഖലയിൽ ഒന്നും പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് 2 ഉന്നത ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ദി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയില്ലെന്നും മിസൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന IRAEയുടെ റിപ്പോർട്ട്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് BBC-യും ദി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ഫഹാനിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കാര്യമായ തകരാർ സംഭവിച്ചെന്നാണ്. ഹമാസിന്റെ മിസൈലുകളെ ചെറുക്കാൻ ഇസ്രയേൽ സജ്ജീകരിച്ചിട്ടുള്ള അയൺ ഡോം പോലൊന്ന് ഇറാനുമുണ്ട്. മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400 എന്നാണ്. ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചത്. ഒറ്റത്തവണ 12 മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാം. റഷ്യയുടെ S-300 മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവർ 373 ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു. ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ലെന്ന് BBC റിപ്പോർട്ട് പ്രകാരം പറയാം. S-300 മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. എന്നാൽ മിസൈൽ വിക്ഷേപണികൾക്ക് സാരമായ കേടുപാടുണ്ടായിട്ടില്ല. മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് റഡാറാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിലെ സുപ്രധാന ഘടകത്തിലാണ് തകരാർ സംഭവിച്ചത്. ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വാർത്താ ഏജൻസി ഇറാൻ ഇന്റർനാഷണലും ഇത് ശരിവയ്ക്കുന്നുണ്ട്. ഭൂതല വ്യോമ മിസൈലുകളുടെ ദിശ നിർണ്ണയിക്കുന്ന റഡാർ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസി പറയുന്നത്. ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ തോത് വ്യക്തമല്ല. എന്തുതരം ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്നിരുന്നാലും ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ രഹസ്യമായി ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകിയതെന്നാണ് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലിന്റെ മിസൈലോ വിമാനമോ ജോർദാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടില്ല. വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാന് S-300 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണം 2016-ൽ പൂർത്തിയാക്കിയത്. റഷ്യൻ നടപടിയിൽ ഇസ്രയേൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് റഷ്യ കരാർ അവസാനിപ്പിച്ചത്. നന്ദി.